ഇപ്പോൾ മതപരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന രീതിയിൽ FCRAയിൽ അമെൻമെൻറ്റും മറ്റും കൊണ്ടുവന്നു കർശനമാക്കി നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം. നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ FCRA ഉള്ളവരൊക്കെ അതിനെ എതിർക്കുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒരിക്കലുമല്ല. പലരും FCRA എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കുള്ള എന്താ ഔദാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. തെറ്റാണ്. ഒരു മതവുമായി ബന്ധപ്പെട്ടതല്ല FCRA. ഭാരതത്തിലെയുള്ള സംഘടനകൾ വിദേശ കറൻസികൾ കൊണ്ടുവരുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമമാണ്. അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പോരാ, ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമൂഹിക പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും എല്ലാം FCRA നിയമം ബാധകമാണ്. മറ്റാർക്കും പ്രശ്നമില്ല. ഒരു ഹിന്ദു സംഘടനയ്ക്കും പ്രശ്നമില്ല. FCRAയിൽ കൂടുതൽ പണം വരുന്നത് ഹിന്ദു സംഘടനകൾക്കാണ്, ക്രിസ്ത്യാനികൾക്കല്ല. കേരളത്തിൽ ഇപ്പോൾ മാതാ അമൃതാനന്ദമയി മഠമാകട്ടെ, അല്ലെങ്കിൽ ബാബ രാംദേവിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആകട്ടെ, ജഗ്ഗി വാസുദേവിൻ്റെ ആവട്ടെ, ഇവരൊക്കെ പ്രസ്ഥാനങ്ങളിലേക്ക് കോടികൾ വരുന്നുണ്ട് നിയമം അനുസരിച്ച്. അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ നമുക്ക് FCRA രജിസ്ട്രേഷൻ ഉണ്ട്, അതിൽ കോടികളൊന്നും വന്നില്ല. ആ കൂടി ആരെങ്കിലും എന്തെങ്കിലും ദക്ഷിണ തന്നാൽ ഒരു നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. കൃത്യമായി കണക്ക് ബോധിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും പരാതിയില്ല. ഹിന്ദു സംഘടനകളിലാണ് കൂടുതൽ വരുന്നത്. സേവാഭാരതിക്ക് വരുന്നുണ്ട്, സേവാ ഇൻ്റർനാഷണലിന് വരുന്നുണ്ട്. അത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല. ഇവർ മാത്രം എതിർക്കുന്നതിന് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ. അപ്പം ആഗോളതലത്തിൽ വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കി ഭാരതത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് അട്ടിമറി നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ നമുക്കറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല. അല്ല, ഇതിനുള്ളിൽപ്പെട്ടവർ കുറ്റം ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഏതായാലും നിലപാട് നന്നായി, അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം അന്വേഷണം വ്യക്തമായി നടക്കണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തട്ടിപ്പ് അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ്. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ്. അവർ തന്നെയാണ് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചതും. അപ്പോൾ എന്തെങ്കിലും അന്വേഷണം പുറത്ത് വരരുത് എന്നുണ്ടായിരുന്നെങ്കിൽ അവർക്കിത് മൂടി വെച്ചുകൂടെയിരുന്നോ? അനായാസേന ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഈ ചർച്ചയെ പുറത്ത് വരാത്ത വിധം അവർക്ക് മൂടി വെച്ചുകൂടെയിരുന്നോ? അവർ മൂടി വെച്ചില്ലല്ലോ. അവരാണല്ലോ അന്വേഷണം നടത്തുന്നത്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടൊരു കല്ലേറോ കാറടിച്ച് തകർക്കലോ നെഞ്ചിന് വേദനയൊന്നും ആർക്കും വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഒന്നോ അറിയില്ല. ഒന്നും വന്നിട്ടില്ല. പിന്നെന്താ കുഴപ്പം? ഇവിടെ നമ്മൾ സാമ്പത്തിക ക്രമക്കേട് ചെയ്തോ, നമ്മൾ ശിക്ഷിക്കപ്പെടണം. കാരണം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ആര് ശ്രമം നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടണം. ആ നിലപാടിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്.